ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫ്രിഡ്ജ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്, അല്ലാതെ കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് ഇത് ക്ലീൻ ചെയ്യാൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഏട്ടൻ വൈകുന്നേരം കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എടുത്തു വെക്കണമെങ്കിൽ ആദ്യം ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ആക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ മുന്നേയായിട്ട് കുറേ പണികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതിന് നിൽക്കുന്നത്. അപ്പോൾ രാത്രിയാണ് കൂടുതലും സമയമുള്ളത് പോലെ എനിക്ക് തോന്നൽ കേട്ടോ. പകല് തീരെ സമയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് വൈകുന്നേരം അതിനൊക്കെ നിന്നിട്ടുള്ളത്. രാവിലെ നമ്മൾ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ അടുക്കളയത്തെ കാര്യങ്ങളൊക്കെ നേരം വഴുകുള്ളൂ. പിന്നെ അടുക്കളയത്തെ കാര്യങ്ങൾ കഴിയുമ്പോഴേക്കും നമുക്ക് ഫോണിൽ ഓരോന്ന് നോക്കാനുണ്ടാവും, എഡിറ്റ് ചെയ്യാനുണ്ടാവും, അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളാവും. അപ്പോൾ എന്തായാലും വൈകുന്നേരം സമയത്ത് ചോറും കറിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത അടിക്കലും വാരലും അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അകത്തേക്ക് കയറിയിട്ട് ഇതാക്കണേ ഇതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം രാവിലെ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ. ഒന്നാമത് ഇതാ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ മേലെ ഫ്രീസറിൽ നല്ലോണം ഐസും കട്ടയൊക്കെ ആയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ഉരുകി വീഴാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സമയം വെയിറ്റ് ചെയ്തത് കേട്ടോ. അപ്പം നല്ലോണം ഐസും കട്ട അങ്ങോട്ട് നിറഞ്ഞിരുന്നു. അപ്പോൾ അതിലേക്ക് സാധനമൊന്നും വെക്കാൻ പറ്റാത്ത രൂപത്തിലായിരുന്നു. അപ്പോൾ നിങ്ങളെ ഫ്രിഡ്ജിലൊക്കെ അങ്ങനെ ഉണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതില്ലാതിരിക്കാൻ എന്താ ചെയ്യാന്നൊന്നും അറിയെങ്കിൽ പറഞ്ഞു തരുമുണ്ടു. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉള്ളതാണ്, ആകെ അങ്ങോട്ട് നിറയും. അപ്പോൾ അത് കാണുമ്പോൾ വേഗം ഓഫാക്കിയിട്ട് കേട്ടോ. പിന്നെ അതൊന്ന് ഉരുക്കി തീർന്നെങ്കിൽ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇപ്പോൾ ഏകദേശം അതൊക്കെ അങ്ങനെ ചാടിയിട്ടുണ്ട്. എന്നാലും കുറച്ചൊക്കെ ഉരുകാനും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഈ ഒരു ഓരോ തട്ടുകളും ഞാൻ പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു ട്രേ നിറച്ച് വെള്ളമായിട്ടുണ്ട്, ഐസും കട്ട അതിൻ്റെ അടിയിലും ആയിരുന്നു. അപ്പോൾ അതൊക്കെ ചാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, വലിയ വലിയ കട്ടകളൊക്കെ ഉരുകിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിലും തന്നെ വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും. ഈ പിന്നെ അടിയത്തെ ഈ ഒരു തട്ടിലും നല്ലോണം വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് ഒന്ന് തുടച്ചെടുക്കലുണ്ട്, അല്ലാതെ അതേപോലെ തട്ടുകളൊക്കെ ഊരിയിട്ട് ഞാൻ കഴുകലില്ല കേട്ടോ. അപ്പോൾ ഇത് ഐസും കട്ടയൊക്കെ ഞാൻ സിങ്കിൽ കൊണ്ടുവന്ന് തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഐസും കട്ട അങ്ങനെ കണ്ടപ്പോഴേ കുട്ടികളത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ നന്ദു ആണെങ്കിൽ വായിലിട്ട് നടക്കൂട്ടോ. അപ്പോൾ പെട്ടെന്ന് കഫക്കെട്ടൊക്കെ വരും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഓലെ കാണാതെയാണ് ഇപ്പോൾ ഇത് ചെയ്യണത്. അപ്പോൾ ഞാൻ അവിടെ ഫ്രിഡ്ജ് തുറക്കണതും സാധനം എടുത്ത് വെക്കണമൊക്കെ കണ്ടിട്ടുണ്ട്. അമ്മ എന്താ ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട് വേഗം അങ്ങോട്ട് പോയി. ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ വേഗം അങ്ങോട്ട് പോയി. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതുകൊണ്ടായിരിക്കും കേട്ടോ പണി. പിന്നെ ആകെ വെള്ളമായിരിക്കും അകത്തു കൂടെയൊക്കെ. അത് കൊണ്ട് നടക്കലും അതിങ്ങനെ വായിലിട്ട് തിന്നണത് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു തണുപ്പ് ഇങ്ങനെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ് അവന്. അപ്പോൾ ഓരെ പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടികളല്ലേ. അപ്പം ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ലായനിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ചധികം കല്ലുപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ അല്ലേ, നമ്മൾ അപ്പസോഡ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതും തന്നെ ഒരു 1-2 സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്, ഫ്രിഡ്ജ് തുടയ്ക്കാനുള്ള ഒരു ലായനി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പലരും പല വിധത്തിലും ഉണ്ടാക്കലുണ്ട്. അപ്പം എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ആണ് ഇപ്പം ഞാൻ ചെയ്യണത്. അപ്പോൾ നമ്മളെ എന്താ പറയുക, പാത്രം കഴുകണ ആ ലിക്വിഡൊക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കട്ടോ, നല്ലതാണ്. അപ്പം ഞാനിവിടെ നല്ല കോട്ടൻ്റെ ഒരു വൃത്തിയുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ പിഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഫ്രിഡ്ജ് തുടച്ചെടുക്കുന്നത്. അല്ലാതെ നമ്മൾ ആ ഒരു പാത്രം കഴുകണ ഒരു കമ്പിച്ചണ്ടി ഇല്ലേ, അതൊന്നും ഉപയോഗിച്ച് ഒരിക്കലും ചെയ്യരുത്. എത്ര കറയാണെങ്കിലും അത് ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് ഉരച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ സ്പോഞ്ച് കയ്യിലുണ്ടെങ്കിൽ സ്പോഞ്ച് വെച്ചിട്ട് അങ്ങനെ ചെയ്താലും നല്ലതാണ്. 2-3 മാസം കൂടുമ്പോഴൊക്കെ നമ്മളെ ഫ്രിഡ്ജ് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും പുത്തനായിട്ടിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം 1 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു മെനക്കെട്ട പണി തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ പാർട്സുകളൊക്കെ അഴിച്ചു വെച്ച് അതൊക്കെ ഒന്ന് കഴുകിയെടുക്കലൊക്കെ പണി തന്നെയാണ്. അപ്പം സാധാരണ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിലും ഞാൻ എപ്പോഴും വെള്ളവും വിനാഗിരി അതുപോലെ നമ്മളെ നാരങ്ങ നീരില്ലേ, അതും ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ തുടച്ചെടുക്കല് കേട്ടോ. അപ്പം നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഉള്ളൊക്കെ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം ഇങ്ങനെ ചെയ്താലും നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പം എന്തായാലും എല്ലാ ഭാഗങ്ങളും ഈ ഒരു തുണി വെച്ചിട്ട് ആദ്യം ഒന്ന് എല്ലായിടവും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒന്ന് തുടച്ചെടുക്കും കേട്ടോ. പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ നാരങ്ങയും അതുപോലെ വിനാഗിരി ഉപയോഗിച്ചിട്ട് അങ്ങനെയും തുടച്ചെടുക്കുക. അപ്പം എന്തായാലും ഇപ്പം ഞാൻ എല്ലായിടവും ജസ്റ്റ് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ഡോറിൻ്റെ സൈഡിലൊക്കെ നല്ല കരിമ്പനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു ലായനി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ ഒരു ലായനി ഞാൻ ഉണ്ടാക്കിയെടുത്തത് സുർക്കയും അതേപോലെ ബേക്കിംഗ് സോഡയും അതേപോലെ ഒരു ഉണക്കനാരങ്ങ ഉണ്ടായിരുന്നു, അതും കൂടിയും പിഴിഞ്ഞിട്ട് അങ്ങനെ ഒന്നായിട്ട് 3 സാധനം കൂടി മിക്സ് ആക്കിയിട്ടാണ് ഈ ഒരു ലായനി ഉണ്ടാക്കിയത് കേട്ടോ.
അപ്പോൾ ഇതിലേക്ക് കല്ലുപ്പും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രം കഴുകണ ആ ഒരു ലിക്വിഡൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ അതും ഒഴിച്ചിട്ടില്ല, ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതും തന്നെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ ഉരച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മളെ പഴയ ബ്രഷൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഉരച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ലോണം ചെളിയൊക്കെ ഇളകി പോരുന്ന കാണാൻ പറ്റണില്ലേ. അപ്പോൾ ഒരുപാട് മസിൽ പിടിച്ച് നമ്മൾ ഉരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്ത് പിന്നെ നമ്മളെല്ലാ ഭാഗവും ഉരച്ചെത്തുമ്പോഴേക്കും ആദ്യം ചെയ്ത് കൊടുത്ത് നല്ലോണം ചളിയൊക്കെ ഇളകിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫ്രിഡ്ജ് നല്ല വൃത്തിക്ക് ഇരിക്കും കേട്ടോ. അപ്പോൾ എത്ര പഴകിയതായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജിന് ഏകദേശം 8 വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ട്. എന്നാലും ഇപ്പോഴും പുതിയതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ എല്ലായിടും ഒന്ന് ഉരച്ച് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒരു തുണി വെച്ചിട്ട് ആദ്യം ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ തുടച്ചെടുക്കണം കേട്ടോ. എന്നാലുള്ളൂ ഇതുമ്പത്തെ ആ ഒരു കറയൊക്കെ പറ്റ പോയി കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ഒരു തുണി വെച്ചിട്ട് ഞാൻ തുടച്ചു, പിന്നെ അത് മാറ്റിയതിന് ശേഷം വേറൊരു തുണി എടുത്തിട്ട് ഒന്ന് തുടച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റബ്ബറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ചളി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പല വീട്ടിലും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു സംഭവം കരിമ്പൻ അടിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെയാവും ഇത് എന്നും ഇരിക്കുക എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു ലായനി വെച്ചിട്ട് എത്ര വേഗം അറിയോ ഫ്രിഡ്ജിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്തുള്ള കരിമ്പനെയൊക്കെ പോയി കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളെ വീട്ടിലുള്ള സംഭവങ്ങളാണ് എല്ലാതും. ഇനിയിപ്പോൾ ഉപ്പായാലും വിനാഗിരി ആയാലും അപ്പസോഡ ആയാലും നാരങ്ങ ആയാലും ഒക്കെ നമ്മളെ വീട്ടിലുണ്ടല്ലേ. അപ്പോൾ അതിൽ കൂടെ നിങ്ങൾക്ക് എന്താ പറയുക, പാത്രം കഴുകണ ആ ഒരു ലിക്വിഡും കൂടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ എക്സോ സോപ്പ് ഇല്ലേ, അതൊന്ന് കലക്കിയിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇപ്പം അതൊന്നും ചേർക്കാതെ ഞാൻ സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും ചെയ്ത് നോക്കാം. ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് കിട്ടിയാൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലായിടും വീണ്ടും വീണ്ടും ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ഇതിൻ്റെ ആ കരിമ്പനെയൊക്കെ പോയി കിട്ടിയെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റണില്ലേ. അപ്പോൾ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലായിടവും നല്ല വൃത്തിയായിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കേട്ടോ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നല്ലാതെ ചെയ്യൂല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഏകദേശം 1 വർഷമായിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ അതാ ഇതിൻ്റെ ആ ഒരു തട്ടുകളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഈ തട്ടുകൾ കഴുകുമ്പോഴും തന്നെ ഞാൻ ആ ഒരു ലായനി ഉപയോഗിച്ചിട്ടാണ് കഴുകിയെടുക്കുന്നത് കേട്ടോ. അതിങ്ങനെ ഒരു തുണിയിൽ വെച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഉരച്ചെടുക്കുകയാണ്. അല്ലാതെ ഇതുമ്പോൾ നമ്മൾ കമ്പിച്ചണ്ടിയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ആ ഒരു സൈഡ് ഭാഗത്തു കൂടെയൊക്കെ നല്ലോണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. എന്താ വെച്ചാൽ കരിമ്പനെ പോലെയൊക്കെ ഉണ്ടാവും. നമ്മൾ കറികളൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ അത് പോവുകയെ, പാലായാലും എന്ത് കാര്യങ്ങളായാലും ചിലപ്പോൾ അത് തട്ടിമറിഞ്ഞ് പോകാനൊക്കെ സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് അതിൻ്റെ ഇടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നല്ലാതെ ആ തട്ടെടുത്തിട്ടൊന്ന് കഴുകലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ കഴുകണ സമയത്ത് നമ്മൾ ആ ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഉരച്ച് കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയാകും. പിന്നെ ഈ ഏറ്റവും അടിയത്തെ തട്ടുണ്ടല്ലോ, അതിൻ്റെ അടിയിൽ എന്താ പറയുക വര വീണിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ എന്തായാലും പോകില്ലല്ലോ. വര വീണത് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഏറ്റവും അടിയത്തെ ആ ഒരു തട്ടിൽ പച്ചക്കറിയൊക്കെ ഇടുമ്പോൾ അതിങ്ങനെ വലിക്കും. അങ്ങനെ വലിച്ചും നീക്കിയും അങ്ങനെ വന്നതാണ് കേട്ടോ അടിയത്തെ ആ ഒരു വരവിഴൽ. അപ്പോൾ അതെന്തായാലും ഈ ഒരു ലായനി വെച്ചിട്ട് മാറ്റാൻ പറ്റൂല. അപ്പോൾ ഈ കരിമ്പനിയും അതുപോലെ മഞ്ഞക്കറ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ലായനി വെച്ചിട്ട് തീർച്ചയായിട്ടും മാറ്റിയെടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ എല്ലാ തട്ടുകളും ഒന്ന് നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് തുടയ്ക്കുകയും ചെയ്തു കേട്ടോ. വെള്ളത്തോട് കൂടി വെക്കാൻ പറ്റൂലല്ലോ, തുടയ്ക്കുകയും ചെയ്തു. അതിന് ശേഷം ഇതാക്കണ ഏറ്റവും അടിയത്തെ തട്ടിൽ ഞാനൊരു ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പച്ചക്കറികളൊക്കെ വെക്കുമ്പോൾ എന്താ പറയുക, ന്യൂസ് പേപ്പർ ഉണ്ടാകുമ്പോൾ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഇതൊന്നും എടുത്ത് മാറ്റിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിലേക്ക് തന്നെ വെക്കുകയാണ്. അപ്പോൾ വെക്കണതൊക്കെ ഞാനൊന്ന് തുടച്ചിട്ട് ഉണ്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് സംഭവങ്ങളൊന്നും ഫ്രിഡ്ജിൽ വെക്കാനില്ല. ചില സമയത്ത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റാത്തത്രയും സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെയാണ്, ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചക്ക വരട്ടിയത് കുറച്ച് ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു കുപ്പിയിൽ പാല്, ഒരു കുപ്പിയിൽ ശർക്കര ഉരുക്കിയതുണ്ട്. നമ്മൾ ശർക്കര ഉരുക്കിയതൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് വെക്കും കേട്ടോ. ഫ്രിഡ്ജിൽ നല്ലതാണ്, എത്ര ഇരുന്നാലും കേടുവരിയൊന്നുമില്ല. പിന്നെ ഒരു കുപ്പിയിൽ ഇതാ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ കുപ്പികളിലൊക്കെ ബിരിയാണി മസാല, അതുപോലെ ഉലുവയും കടുകും പൊടിച്ചത്, പിന്നെ കായം പൊടിച്ചത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഉലുവ പൊടിച്ചത്, അങ്ങനെയുള്ള പൊടികളൊക്കെ നമ്മൾ കുറേശ്ശെ മതിയാകും. അപ്പോൾ അത് എപ്പോഴും അതിനൊന്നും നിൽക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ ഡപ്പിയിലാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. അപ്പോൾ ഒരുപാട് കാലം ഇരിക്കും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതാ കുറച്ച് ഐറ്റംസ് ഉള്ളെങ്കിലും അതൊക്കെ നല്ല വൃത്തിക്ക് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇനി തുടച്ച സ്ഥിതിക്ക് കുറേ കാലത്തേക്ക് ഇനി നല്ല ശ്രദ്ധയാവും കേട്ടോ. അല്ല ഇനി തുടയ്ക്കാനായിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം തീരെ ശ്രദ്ധിക്കൂല. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യം കേട്ടോ. ഒരുവിധം എല്ലാവരും അങ്ങനെ തന്നെയാവും.
അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ പ്ലഗ് ഊരിയിട്ടിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഏതായാലും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഫ്രിഡ്ജ് ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ ഓഫാക്കിയിട്ടതല്ലേ. അപ്പോൾ ഇനി പച്ചക്കറികളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഒരുപാടൊന്നും കൊണ്ടുവന്നിട്ടില്ല, കുറച്ച് തന്നെ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ ഉള്ളികളൊന്നും ഞാൻ ഫ്രിഡ്ജിൽ വെക്കലില്ല കേട്ടോ. ഉള്ളികൾ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമോ ഇല്ലയെന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല. അപ്പോൾ അത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയുന്നുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ തൊലി കളയാതെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താവുന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ തൊലി കളഞ്ഞിട്ടാണെങ്കിൽ എത്രയും ഞാൻ ഡപ്പിയിലൊക്കെ ഇട്ട് വെക്കലുണ്ട്. അപ്പോൾ ഏതായാലും ഉള്ളികളൊക്കെ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളകിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് ഒരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അതിൽ വെക്കും കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലും ഒരു പേപ്പർ വിരിച്ചു കൊടുക്കും. അങ്ങനെ ഡപ്പിയിൽ അടച്ച് വെക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഫ്രിഡ്ജ് ക്ലീനിങ്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടു എങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു ദിവ്യാസ് കിച്ചൺ എന്നുള്ള ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക്